ബാണാസുര, മലമ്പുഴ, ഷോളയാർ ഡാമുകളുടെ ജലനിരപ്പ് ഉയരുകയാണ്. തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം. നിലമ്പൂരിലെ തോൽവിയിൽ വിഷയങ്ങൾ പഠിക്കുകയാണ് CPM. നിലമ്പൂർ സംബന്ധിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസിലും തുടരുന്നു. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂരിലെ തോൽവിക്ക് PV അൻവറും കാരണക്കാരനെന്ന് CPM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തൽ. അൻവർ ഫാക്ടർ ബാധിച്ചില്ലെന്ന് ആര്യാടൻ ഷൗക്കത്ത്. ക്രെഡിറ്റ് തർക്കത്തിൽ KPCC അധ്യക്ഷൻ മറുപടി പറയുമെന്ന് പ്രതിപക്ഷ നേതാവ്. KPCC രാഷ്ട്രീയകാര്യ സമിതി തിരുവനന്തപുരത്ത് തുടരുന്നു. തൃശൂർ കൊടകരയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് പശ്ചിമബംഗാൾ സ്വദേശികളായ 3 തൊഴിലാളികൾ മരിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നോ എന്ന് പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ. എറണാകുളം കോതമംഗലത്ത് വീട് തകർന്ന് 2 പേർക്ക് പരിക്ക്. സംസ്ഥാനത്ത് മഴ കനത്തു. ബാണാസുര, മലമ്പുഴ, ഷോളയാർ ഡാമുകൾ തുറന്നു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നു. നാളെ തുറന്നേക്കും. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദത്തിൽ സെൻസർ ബോർഡിനെതിരെ സമരത്തിന് ഫെഫ്ക. തിങ്കളാഴ്ച സെൻസർ ബോർഡ് ആസ്ഥാനത്ത് പ്രതിഷേധം നടത്തും. സിനിമയ്ക്കും ടീസറിനും 2 മാനദണ്ഡമെന്നും നിർമ്മാതാക്കൾ കടുത്ത ആശങ്കയിലെന്നും ഫെഫ്ക. ജനാഭിമുഖ കുർബാനയ്ക്ക് വ്യവസ്ഥകളോടെ അനുമതി നൽകിയ എറണാകുളം അങ്കമാലി അതിരൂപത. ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു കുർബാന ഏകീകൃത രീതിയിൽ നടത്തണമെന്ന് സർക്കുലർ. വിവാദ പരാമർശവുമായി RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളെ. ഭരണഘടനയുടെ ആഭിമുഖ്യത്തിൽ സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ പദങ്ങൾ ആവശ്യമില്ലെന്ന് RSS. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് PV അൻവറും കാരണക്കാരനാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തൽ. LDFന്റെ വോട്ടിന്റെ ഒരു ഭാഗം അൻവർ പിടിച്ചു. ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ അൻവർ നേടിയതായും പാർട്ടി വിലയിരുത്തി. സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. CPM സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ചേർന്ന സംസ്ഥാന കമ്മിറ്റിയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവി ചർച്ചയായത്. CPM സെക്രട്ടേറിയറ്റ് അംഗത്തെ തന്നെ ഇറക്കി നടത്തിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ അൻവർ ഇഫക്റ്റ് പ്രകടമായതായാണ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. LDF വോട്ടിന്റെ ഒരു ഭാഗം അൻവർ സ്വന്തമാക്കി. LDFനെ വഞ്ചിച്ച ആളാണ് PV അൻവർ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആര്യാടൻ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകളും അൻവർ സ്വന്തമാക്കി. UDFന്റെ നെഗറ്റീവ് വോട്ടുകളും അൻവറിലേക്കാണ് പോയതെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ. സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നോടിയായി ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിലും അൻവർ സ്വാധീനവും സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയ CPM RSS സഹകരണ പ്രസ്താവനയും വോട്ടിനെ ബാധിച്ചതായാണ് അഭിപ്രായം ഉയർന്നത്. തെറ്റുതിരുത്തൽ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യുന്ന സമിതി വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങളും വിലയിരുത്തി ഇന്ന് സമാപിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായി സ്ഥാനമേറ്റെടുത്ത ശേഷം നടക്കുന്ന ആദ്യ രാഷ്ട്രീയകാര്യ സമിതിയാണിത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയവും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും രാഷ്ട്രീയകാര്യ സമിതി വിലയിരുത്തും. UDFന്റെ രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയാകും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നിലമ്പൂർ ക്രെഡിറ്റ് തർക്കത്തിൽ ഒന്നും ചർച്ച ചെയ്യാനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിനു ശേഷം KPCC അധ്യക്ഷൻ മറുപടി പറയുമെന്നും സതീശൻ പ്രതികരിച്ചു. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അൻവർ ഫാക്ടർ ബാധിച്ചില്ലെന്ന് നിയുക്ത MLA ആര്യാടൻ ഷൗക്കത്ത്. പിതാവ് ജയിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം ഇത്തവണ ലഭിച്ചു. UDF വിജയത്തിന്റെ ക്രെഡിറ്റ് ജനങ്ങൾക്കാണ്. എല്ലാ UDF നേതാക്കളും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ വിജയമാണ് നിലമ്പൂരിലുണ്ടായതെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. 2011 അൻവർ ഫാക്ടർ ഇല്ലാത്തൊരു കാലത്ത് 6000 വോട്ടിന് ജയിച്ചുവെങ്കിൽ 6000-ഓളം വോട്ടിന് ജയിച്ചുവെങ്കിൽ ഇപ്പോൾ അതേ മണ്ഡലം 11,000 ചില്ലാനം വോട്ടിന് തിരിച്ചു പിടിച്ചെങ്കിൽ അവിടെ എന്തൊക്കെ ഫാക്ടർ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ജനങ്ങൾക്കാണ്. ഇന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന, ഇടതുപക്ഷ ഗവൺമെൻറ്റിന് കീഴിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കഴിഞ്ഞ 9 വർഷമായി
നിലപാടുകളുടെ കണിശതയാണ് നിലമ്പൂരിൽ കണ്ടതെന്നും അസഹിഷ്ണുത പുലർത്തുന്ന പാർട്ടിക്കെതിരെയാണ് ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചതെന്നും നടൻ ജോയ് മാത്യു സാംസ്കാരിക പ്രവർത്തകരാണെന്ന് പറഞ്ഞ് കുറച്ചുപേർ നിലമ്പൂരിൽ പോയിരുന്നു. വിഷയങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ സംസാരിക്കുന്നവരാണ് സാംസ്കാരിക പ്രവർത്തകർ. ബാക്കിയുള്ളവർ കൂലി എഴുത്തുകാരാണ്. മുഖ്യമന്ത്രിയെ വിമർശിച്ച് MT വാസുദേവൻ നായർ നടത്തിയതാണ് സാംസ്കാരിക പ്രവർത്തനമെന്നും ജോയ് മാത്യു പറഞ്ഞു. അപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്ത് അവിടെ മത്സരിക്കുമ്പോൾ ഞാൻ പോയിട്ടില്ലെങ്കിൽ ഞാൻ ധാർമ്മികമായി ഞാൻ ചെയ്യുന്നത് ശരിയല്ല. പുറകിൽ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് കേൾക്കുന്ന ഒരു വലിയ വിഭാഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ റീച്ചൊക്കെ നോക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. സാംസ്കാരിക പ്രവർത്തകർ, എഴുത്തുകാർക്കൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കാം, ആ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളാം, അതിനൊന്നും ഒരു തെറ്റില്ല. പക്ഷേ ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തകരാണ് എന്ന് പറഞ്ഞ് പോകുമ്പോൾ എന്താണ് സംസ്കാരം, എന്താണ് സാംസ്കാരിക പ്രവർത്തനം എന്നുകൂടെ മനസ്സിലാക്കുന്നത്. നിലമ്പൂരിൽ വിജയിച്ചത് കോൺഗ്രസും UDF-ഉമല്ല ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പ്രീണന രാഷ്ട്രീയത്തിന്റെ പേരിലാണ് ഇടതു വലതു മുന്നണികൾ നിലമ്പൂരിൽ മത്സരിച്ചതെന്നും ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നുള്ള ഈ കൂട്ടുകെട്ട് നിലമ്പൂരിൽ വിജയിച്ചതുപോലെ കേരളത്തിൽ മറ്റൊരിടത്തും ഏൽക്കില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. UDF-ന്റെ കാൻഡിഡേറ്റ് ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചു. പക്ഷെ അത് ആര്യാടൻ ഷൗക്കത്താണോ ജയിച്ചത്? ഈ റിസൾട്ടിന്റെ ഒരു അനാലിസിസ് നോക്കിയാൽ ആരെങ്കിലും ഒരു ഡിസ്കഷൻ BJP-കാരാവേണ്ട ആവശ്യമില്ല. ഒരു മീഡിയക്കാരനാണോ, ഒരു അനലിസ്റ്റ് ആണെങ്കിൽ ഈ ഇലക്ഷന്റെ റിസൾട്ട് നോക്കിയാൽ എന്താണ് നമ്മുടെ അതിന്റെ ഒരു അസസ്മെന്റ്? കേരള കോൺഗ്രസ് M UDF-ലേക്ക് ഇല്ലെന്ന് ആവർത്തിച്ച് ജോസ് കെ മാണി. UDF-മായി ചർച്ച നടക്കുന്നുവെന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. LDF-ൽ ഹാപ്പിയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. പൂർണ്ണ ഹാപ്പിയല്ല. ഇനി അങ്ങനെ ഒരു ചർച്ചയുണ്ടെന്ന് വിചാരിക്കുക, ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇത് പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുമോ? അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയില്ല. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സ്വാഗതം ചെയ്യുന്നു എന്ന് സന്തോഷം. പക്ഷേ ഇപ്പോൾ ഘടകകക്ഷിയുടെ പുറകെ കേരള കോൺഗ്രസിൻ്റെ നിലപാട് അറിയിച്ചു, ഇപ്പോൾ CPIയുടെ പുറകെ. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയും ഇല്ല. അങ്ങനെ കേരള കോൺഗ്രസ് കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃയോഗം ഇന്ന് ചേരും. PV അൻവറിന്റെ UDF പ്രവേശനവും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഒരുക്കങ്ങളും ചർച്ചയാകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF-ന്റെ ഉജ്ജ്വല വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ചേരുന്നത്. വൈകിട്ട് 3 മണിക്ക് മലപ്പുറത്താണ് യോഗം. PV അൻവറിന്റെ UDF പ്രവേശനം യോഗത്തിൽ ചർച്ചാ വിഷയമാകും. MK മുനീർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കൾ അൻവറിനെ UDF-ൽ പ്രവേശിപ്പിക്കണമെന്ന അഭിപ്രായമുള്ളവരാണ്. അൻവർ UDF-നോടൊപ്പം ചേരുന്നത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഗുണം ചെയ്യുമെന്നാണ് ഇവരുടെ വാദം. നേരത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് അൻവറിനെ UDF-ന്റെ ഭാഗമാക്കാൻ ലീഗ് ശ്രമം നടത്തിയിരുന്നുവെങ്കിലും പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തമായ നിലപാട് അതിന് തടസ്സമാവുകയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള സഹകരണത്തിനെതിരെ സുന്നി സംഘടനകൾ ഉയർത്തുന്ന എതിർപ്പും ചർച്ചാ വിഷയമാകും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളും യോഗം ചർച്ച ചെയ്യും. അമൃത ന്യൂസ്, മലപ്പുറം. കേരളത്തിലെ സർവകലാശാലകളിൽ സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കാത്തതിൽ സംസ്ഥാന സർക്കാരിനും ചാൻസലർക്കും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. സ്ഥിരം വൈസ് ചാൻസലർമാരെ നിയമിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു. ഗവർണറും സർക്കാരും തമ്മിലുള്ള വടംവലി സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന സാഹചര്യം വിലയിരുത്തിയാണ് കോടതിയുടെ വിമർശനം. അഡ്വക്കേറ്റ് രാജേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാജേഷ്, സർക്കാരിനെയും ഗവർണറെയും ഒരുപോലെ ഹൈക്കോടതി വിമർശിച്ചിരിക്കുകയാണ്. ഒപ്പം സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ താളപ്പിഴകളുണ്ട് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്. വിശദാംശങ്ങൾ. ഹൈക്കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മുൻ ഗവർണർ ഇരുന്ന കാലത്ത് തന്നെ ഈ സർവകലാശാലകളുടെ പ്രവർത്തനം അവതാളത്തിലാവുന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാരും ചാൻസലർ കൂടിയായ ഗവർണറും തമ്മിലുള്ള വടംവലി ഉണ്ടായത്. ഇതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഈ സർവകലാശാലകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ മുന്നോട്ട് പോകാനാവില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. സർക്കാരും ചാൻസലറും തമ്മിലുള്ള ഈ വടംവലി കാരണം ഹൈക്കോടതിയിൽ തന്നെ ഒരുപാട് കേസുകൾ ഈ ഗവർണർക്കെതിരെയും ചാൻസലർക്കെതിരെയും നിയമത്തിന്റെ മൂല്യതകൾ കീറി ചട്ടം ചർച്ച ചെയ്ത് ഹൈക്കോടതി വിധിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അത് കഴിഞ്ഞ് സുപ്രീം കോടതി പോയ അവസ്ഥയുണ്ടായി. ഇതൊക്കെ ഒഴിവാക്കാവുന്ന നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഈ ഗവർണറും അല്ലെങ്കിൽ ചാൻസലറും സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഈ വടംവലിയിൽ നശിക്കുന്നത് ഈ സർവകലാശാലയിൽ പഠിക്കുന്ന കുട്ടികളുടെ ഭാവിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഹൈക്കോടതി ഇത്ര വിമർശനം ഉന്നയിച്ചത്. ഈ ചാൻസലറും സർക്കാരും തമ്മിലുള്ള ഈ വടംവലി അവസാനിപ്പിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൊണ്ട് സ്ഥിരം
അതായത് ഇപ്പോഴും പലതിലും ഒരു കഴിഞ്ഞ ദിവസം മോഹൻ കുന്നമ്മന്റെ കേസിൽ വന്നപ്പോൾ തന്നെ ഒരു ആരോഗ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലർക്ക് പഴയ ഗവർണർ അതിന്റെ ചുമതല കൊടുത്തിരിക്കുകയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ. നിയമപ്രകാരം ഹൈക്കോടതി ഇത് അംഗീകരിച്ചു കൊടുത്തു. പക്ഷെ എങ്കിൽ പോലും എന്തുകൊണ്ട് സ്ഥിരം ചാൻസലർ വൈസ് ചാൻസലർമാർ ഉണ്ടാകുന്നില്ല എന്നാണ് കോടതിയുടെ ചോദ്യം. അല്ല, ശരി. അഡ്വക്കേറ്റ് രാജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഞായറാഴ്ചകളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അവതരിപ്പിക്കണമെന്ന് നിർദ്ദേശം. സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മെത്രാപ്പൊലിത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലാനി എന്നിവർ പുറത്തിറക്കിയ സർക്കുലറിലാണ് നിർദ്ദേശം. സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ പള്ളികളിൽ മറ്റു കുർബാനകൾ ജനാഭിമുഖമായി അർപ്പിക്കാം. ഞായറാഴ്ച പള്ളികളിൽ സർക്കുലർ വായിക്കും. സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായത്തിന് വഴിയൊരുക്കുന്നതാണ് പുതിയ നീക്കം. ജനാഭിമുഖ കുർബാന തുടരാമെങ്കിലും ഞായറാഴ്ചകളിലും മറ്റ് വിശേഷ ദിവസങ്ങളിലും ഒരു തവണയെങ്കിലും ഏകീകൃത കുർബാന അർപ്പിക്കണം. സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, മെത്രോപൊലിത്തൻ വികാരി മാർ ജോസഫ് പ്ലാമ്പാനി എന്നിവർ പുറത്തിറക്കിയ സർക്കുലർ ഞായറാഴ്ച പള്ളികളിൽ വായിക്കും. ആൽമായരുമായും വൈദികരുമായും നടത്തിയ ചർച്ചക്കൊടുവിലാണ് പുതിയ മാർഗരേഖ പുറത്തിറക്കിയത്. മേജർ ആർച്ച് ബിഷപ്പ്, മെത്രോപൊലിത്തൻ എന്നിവർക്ക് അതിരൂപതയിലെ പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിക്കാൻ അവസരമൊരുക്കണമെന്നും സർക്കുലറിൽ ആവശ്യപ്പെടുന്നു. അതിരൂപതയിലെ നവവൈദികരുടെ അപേക്ഷ പരിഗണിച്ച് ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ അതിരൂപത അധ്യക്ഷന് അനുമതി നൽകാം. വൈദികർക്കെതിരായ അച്ചടക്ക നടപടികൾ രമ്യമായി പരിഹരിക്കുമെന്നും സർക്കുലറിൽ പറയുന്നു. അതിരൂപതയിൽ നിലവിലുള്ള പുതിയ കൂരിയ അംഗങ്ങളെ ജൂലൈ 3 മുതൽ പുതിയ ഉത്തരവാദിത്തങ്ങളിലേക്ക് മാറ്റും. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസ്റ്റ്, മതേതരത്വം എന്നീ പദങ്ങൾ ആവശ്യമില്ലെന്ന RSS. കോൺഗ്രസ് സർക്കാർ അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പദങ്ങളാണിവയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് RSS പുതിയ ചർച്ചകൾക്ക് തുടക്കമിടുന്നത്. RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയാണ് വിഷയം ഉയർത്തിക്കാട്ടിയത്. ഡൽഹിയിൽ സംഘടിപ്പിച്ച പൊതുചടങ്ങിൽ സംസാരിക്കുമ്പോഴായിരുന്നു ദത്താത്രേയ ഹൊസബാളയുടെ പരാമർശം. भारत के संविधान के प्रस्तावना में, प्रियम्बल में 2 शब्द जोड़े गए हैं। राय साहब, आप इस विषय के बारे में कभी बोलेंगे या लिखे तो मुझे मालूम नहीं है, देखता हूं। 2 शब्द जोड़े हैं। हम सब लोगों को मालूम है सेक्युलरिज्म और सोशलिज्म के, वो प्रस्तावना में नहीं थे, पहले प्रियम्बल में नहीं थे। ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വിവാദത്തിൽ സെൻസർ ബോർഡിനെതിരെ സമരത്തിന് ഫെഫ്ക. തിങ്കളാഴ്ച സെൻസർ ബോർഡ് ആസ്ഥാനത്ത് പ്രതിഷേധം നടത്തും. ജാനകി എന്ന പേര് സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. സിനിമയുടെ അണിയറ പ്രവർത്തകർ നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലാണ്. കോടതി തീരുമാനം അറിഞ്ഞ ശേഷം സിനിമാ സംഘടനകൾ ചേർന്ന് റിട്ട് ഹർജി നൽകുമെന്നും ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി. തൃശൂർ കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണ് 3 മരണം. പശ്ചിമബംഗാൾ സ്വദേശികളായ റബൂൽ ഇസ്ലാം, റബൂൽ മനാൻ, അബ്ദുൾ അലീം എന്നിവരാണ് മരിച്ചത്. രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. കൊടകര പഞ്ചായത്തിന് സമീപത്തെ കാലപ്പഴക്കം ചെന്ന ഇരുനില കെട്ടിടമാണ് തകർന്നു വീണത്. സംഭവ സമയത്ത് കെട്ടിടത്തിൽ 17 അതിഥി തൊഴിലാളികളുണ്ടായിരുന്നു. കെട്ടിടം വീഴുന്ന ശബ്ദം കേട്ട 14 പേർ പുറത്തേക്കിറങ്ങി ഓടിയതിനാൽ ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. എന്നാൽ റാബുൽ ഇസ്ലാം, റാബുൽ മനാൻ, അബ്ദുൾ ആലിം എന്നിവർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങുകയായിരുന്നു. രക്ഷപ്പെട്ടവർ നൽകിയ വിവരമനുസരിച്ച് ചാലക്കുടി ഫയർഫോഴ്സും കൊടകര പോലീസും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിനാൽ അവ മാറ്റുക എളുപ്പമല്ലായിരുന്നു. ഒടുവിൽ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് നടത്തിയ തിരച്ചിലാണ് മൂവരെയും കണ്ടെത്തിയത്. രാത്രി സമയത്താണ് കെട്ടിടം വീണിരുന്നെങ്കിൽ എല്ലാവരും മരണപ്പെട്ടേനെയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. രാത്രിയിൽ സംഭവിച്ചെന്നാൽ ഇത് ആരും അറിയാൻ പോണില്ല. ഇത് ഇവിടെ 2-3 പേര് പറഞ്ഞത് ഇവിടെ ഒരു 100-110 കൊല്ലം പഴക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. ശരിക്കും നമുക്ക് അറിയില്ല. ബോഡി എന്ന് പറയാൻ 2 ആൾ ഇവിടെ വെച്ച് തീർന്നു. ഒരാൾ ലൈനിൽ പോയി, ഇത്തിരി ഇതുണ്ടായിരുന്നു, ഒരു അനക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ CPR കണ്ടാവാൻ കൊടുത്ത് നോക്കി ശാന്തി ഹോസ്പിറ്റലിൽ. രക്ഷിക്കാൻ പറ്റില്ല. ഒരു സങ്കടം ഉണ്ട്. എന്ന് വെച്ചാൽ നൈറ്റിലാണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ വൻ ദുരന്തമായിരിക്കും. ഇത് അങ്ങനെ 10-30-25 ആളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. കുറച്ച് ആൾക്കാർ ഓടില്ല. പിന്നെ പെരുന്നാളിൻ്റെയൊക്കെ കുറച്ചാൾ പെരുന്നാൾ അതിൻ്റെ കുറേ പോവും. മുസ്ലിംസാണ് അധികം ഉള്ള, നല്ല നിസ്കാരമുള്ള. ഇവരുകൊണ്ട് വേറെ അലമ്പോ ഒന്നുമില്ല, നല്ല ആൾക്കാർ.
ഇത്രയും നല്ല ആൾക്കാരൊന്നും കണ്ടല്ലോ, അത്ര നല്ല ആൾക്കാർ. അപ്പോൾ അങ്ങനെ പെരുന്നാളിൽ അവർ പോയിട്ട് കുറേ ആൾക്കാർ, അല്ലെങ്കിൽ ഇത് വലിയൊരു ദുരന്തമായാനത്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളിക്കിടയിൽ നിന്നാണ് റാബുൾ ഇസ്ലാം, റാബുൾ മനാൻ എന്നിവരെ കണ്ടെത്തിയത്. ആലിമിനെ സമീപത്തു നിന്നും കണ്ടെത്തി. മൂവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണപ്പെടുകയായിരുന്നു. അതേസമയം മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും തകർന്ന കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച പരിശോധന നടത്തി നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ കൊടകരയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ലേബർ കമ്മീഷണർക്ക് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. തൊഴിലാളികളുടെ മൃതദേഹം സ്വന്തം നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടികളും തൊഴിൽ വകുപ്പ് കൈക്കൊള്ളും. സംസ്ഥാനത്ത് 2 ദിവസത്തേക്ക് കനത്ത മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്, 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. പുതുക്കുറിച്ചിയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. എറണാകുളം, തൃശൂർ, ഇടുക്കി, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോട്ടയം, വയനാട്, പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിരിക്കുന്നത്. കൂടാതെ കണ്ണൂരിലെ ഇരിട്ടി താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. നിലമ്പൂർ താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചേർത്തല, കുട്ടനാട് താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശവുമുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. മണിമല നദിയിലെ കല്ലൂപ്പാറ സ്റ്റേഷനിൽ അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ലെന്നും തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിച്ചു. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ കഴിഞ്ഞ ദിവസം വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പുതുക്കുറ തൈവിളാകം വീട്ടിൽ ആന്റണിയാണ് മരിച്ചത്. മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ വയനാട് ബാണാസുര സാഗർ, പാലക്കാട് മലമ്പുഴ അണക്കെട്ടുകളുടെ ഷട്ടർ ഉയർത്തി. ബാണാസുര സാഗർ ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകളിൽ 3ാമത്തെ ഷട്ടറാണ് 10 സെന്റിമീറ്റർ ഉയർത്തിയത്. സെക്കൻഡിൽ 50 ക്യൂബിക് മീറ്റർ വെള്ളം പുഴയിലേക്ക് ഒഴുക്കിവിടും. തമിഴ്നാട് വാൽപ്പാറയിലെ ഷോളയാർ ഡാമും തുറന്നു. ഇതോടെ അതിരപ്പള്ളി വനമേഖലയിലേക്ക് അധിക ജലം ഒഴുകിയെത്തും. 2466 ക്യൂബിക് വെള്ളമാണ് കേരളത്തിൽ ഒഴുകിയെത്തുന്നത്. പെരിങ്ങൽകുത്ത് ഡാമിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരും. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഇനിയും ഉയർന്നാൽ അണക്കെട്ട് നാളെ തുറന്നേക്കും. 134.6 അടിയാണ് ഇപ്പോഴത്തെ ജലനിരപ്പ്. റൂൾ കർവ് അനുസരിച്ച് ജൂൺ 30 വരെ 136 അടി വെള്ളമാണ് മുല്ലപ്പെരിയാറിൽ സംഭരിക്കാനാവുക. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ ജലനിരപ്പ് 134.6 അടിയിലെത്തി. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നതിനുള്ള മുന്നറിയിപ്പ് ജാഗ്രതാ നിർദ്ദേശം ഇടുക്കി ജില്ലാ ഭരണകൂടത്തിന് തമിഴ്നാട് നൽകി. ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നാൽ ശനിയാഴ്ച അണക്കെട്ട് തുറക്കാനാണ് തമിഴ്നാട് തീരുമാനം. നിലവിലെ റൂൾ കർവ് പ്രകാരം 136 അടി വെള്ളമാണ് തമിഴ്നാടിന് ജൂൺ 30 വരെ സംഭരിക്കാനാകുക. സെക്കൻഡിൽ 6100 ഘനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്നു. 135 അടിയിൽ താഴെയാണ് ജലനിരപ്പ് എന്നതിനാൽ തമിഴ്നാടിന് പരമാവധി 2000 ഘനയടി വെള്ളം വരെ വൈഗയിലേക്ക് കൊണ്ടുപോകാം. നിലവിൽ 1860 ഘനയടി വെള്ളമാണ് കൊണ്ടുപോകുന്നത്. നീരൊഴുക്ക് വർദ്ധിച്ച് അണക്കെട്ട് തുറക്കേണ്ട സാഹചര്യം വന്നാലും പെരിയാറിൽ ജലനിരപ്പ് കുറഞ്ഞു നിൽക്കുന്നതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 72 അടി പരമാവധി സംഭരണ ശേഷിയുള്ള വൈഗ അണക്കെട്ട് ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. സെക്കൻഡിൽ 3000 ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. 2021 ഡിസംബറിൽ മുന്നറിയിപ്പില്ലാതെ തമിഴ്നാട് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് പെരിയാറിലേക്ക് വെള്ളമൊഴുക്കിയത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. 2022 ഓഗസ്റ്റിലാണ് അണക്കെട്ട് അവസാനമായി തുറന്നത്. അമൃത ന്യൂസ്, ഇടുക്കി. എറണാകുളം കോതമംഗലത്തിന് സമീപം വെറ്റിലപ്പാറയിൽ വീട് നിലംപൊത്തി 2 പേർക്ക് പരിക്ക്. പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറ ദശലക്ഷം കോളനിയിൽ കൃഷ്ണൻകുട്ടി, ഭാര്യ അമ്മിണി എന്നിവർക്കാണ് പരിക്കേറ്റത്. കാലപ്പഴക്കമുള്ള വീട് ശക്തമായ മഴയിൽ തകർന്നു വീഴുകയായിരുന്നു. പരിക്കേറ്റവരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ നടൻ ജയസൂര്യയുടെ കൂടെയുള്ള ഫോട്ടോഗ്രാഫറെ മർദ്ദിച്ചെന്ന് പരാതി. ദേവസ്വം ഫോട്ടോഗ്രാഫർ സജീവ് നായർക്കാണ് മർദ്ദനമേറ്റത്. ജയസൂര്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നവർ ഫോട്ടോ എടുക്കുന്നത് തടഞ്ഞു മർദ്ദിച്ചുവെന്ന് സജീവ് നായർ പറഞ്ഞു. ദേവസ്വം ഫോട്ടോഗ്രാഫറാണെന്ന് പറഞ്ഞിട്ട് മർദ്ദിച്ചതാണ് ആരോപണം. വിഷയത്തിൽ ജയസൂര്യ പ്രതികരിച്ചില്ല. ഹൈക്കോടതി ജഡ്ജിയുടെ വീട്ടിൽ മോഷണം. ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ കൊച്ചി പത്തടിപ്പാലത്തെ വീട്ടിലാണ് മോഷണം നടന്നത്. 6 പവന്റെ സ്വർണ്ണാഭരണങ്ങളടക്കം നഷ്ടപ്പെട്ടു.
തിരുവനന്തപുരത്തെ വ്യാജ മാലമോഷണ പരാതിയിൽ പരാതിക്കാരിക്കെതിരെ കേസെടുക്കാൻ SC/ST കമ്മീഷൻ ഉത്തരവ്. പരാതിക്കാരി ഓമന ഡാനിയലിനെതിരെ കേസെടുക്കാനാണ് ഉത്തരവ്. ദളിത് സ്ത്രീ ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ പീഡനമേറ്റ കേസിലാണ് നടപടി. ബിന്ദു മാല മോഷ്ടിച്ചെന്ന പരാതി നൽകിയത് ഓമനയാണ്. പിന്നീട് ഓമനയുടെ വീട്ടിൽ നിന്ന് തന്നെ മാല കണ്ടെത്തുകയായിരുന്നു. ഓമന ഡാനിയലിന്റെ പരാതിയിൽ ബിന്ദുവിനെ 20 മണിക്കൂറോളം പേരൂർക്കട സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ചതാണ് പരാതി. KSRTCക്ക് സർക്കാർ സഹായമായി ഈ മാസം 122 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. KSRTCയിലെ പെൻഷൻ വിതരണത്തിനായി 72 കോടി രൂപയും മറ്റു കാര്യങ്ങൾക്കുള്ള സാമ്പത്തിക സഹായമായി 50 കോടി രൂപയുമാണ് അനുവദിച്ചത്. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ 6523 കോടി രൂപയാണ് KSRTCക്ക് സർക്കാർ സഹായമായി നൽകിയത്. ഈ സാമ്പത്തിക വർഷം ബജറ്റിൽ 900 കോടി രൂപയാണ് കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുള്ള വകയിരുത്തൽ. ഇതിൽ 388 കോടി രൂപ 3 മാസത്തിനുള്ളിൽ ലഭ്യമാക്കിയതായും മന്ത്രി അറിയിച്ചു. തൃശൂരിൽ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച യുവാവ് ബസ് അപകടത്തിൽ മരിച്ച സംഭവത്തിൽ BJPയുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന് മുന്നിൽ പ്രതിഷേധം. കൊലയാളി മേയർ രാജിവെക്കുക എന്ന മുദ്രാവാക്യത്തോടെ ബലിതർപ്പണ സമരമാണ് നടത്തുന്നത്. പ്രതീകാത്മകമായി മൃതദേഹത്തെ കാണിച്ചുകൊണ്ടാണ് സമരം. അതേസമയം സംഭവത്തിൽ കോർപ്പറേഷനുള്ളിൽ വാഴ വെച്ച് പ്രതിഷേധിച്ച് യുവമോർച്ചയും മേയറുടെ ചേംബറിന് മുന്നിലായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം. ശുഭാൻഷു ശുക്ലയുടെ ബഹിരാകാശ ദൗത്യം തുടരുന്നു. ബഹിരാകാശ നിലയത്തിൽ തുടരുന്ന ആക്സിയം ദൗത്യാംഗങ്ങൾക്ക് ഇനി ഗവേഷണങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും കാലമാണ്. 14 ദിവസമാണ് 4 യാത്രികരും ബഹിരാകാശത്ത് തുടരുക. ഇന്ത്യയ്ക്ക് വേണ്ടി 7 പ്രത്യേക പരീക്ഷണങ്ങൾ ശുഭാൻഷു നടത്തും. സൂക്ഷ്മാണുക്കളുടെ വളർച്ച, വികാസം, യാത്രികരുടെ മസിലുകളുടെ ശോഷണം, വിത്തുകളുടെ വളർച്ച തുടങ്ങി ബഹിരാകാശ ശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലുമുള്ള നിർണായക പരീക്ഷണങ്ങളാണ് നടത്തുക. നിലയത്തെ നിയന്ത്രിക്കുന്ന 7 പേരും ആക്സിയം സംഘത്തിലെ 4 പേരും അടങ്ങുന്ന 11 പേരാണ് ഇപ്പോൾ നിലയത്തിലുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി ഇറാൻ. അമേരിക്കയുമായി ആണവ ചർച്ച പുനരാരംഭിക്കാൻ പദ്ധതിയില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. അത് വെറും ഊഹാപോഹം മാത്രമാണെന്നും പുതിയ ചർച്ചകൾ ആരംഭിക്കാനുള്ള ഒരു കരാറോ ക്രമീകരണമോ സംഭാഷണമോ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സംഘടനയുമായുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കുന്ന പുതിയ നിയമം പാർലമെന്റും ഗാർഡിയൻ കൗൺസിലും അംഗീകരിച്ച് പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെയാണ് അരാഗ്ചിയുടെ പ്രതികരണം. ഇതോടൊപ്പം US ആക്രമണങ്ങൾ വാഷിംഗ്ടൺ പെരുപ്പിച്ചു കാണിക്കുകയാണെന്നും വിദേശകാര്യമന്ത്രി ആരോപിച്ചു. ഇന്ത്യയുമായി വമ്പൻ വ്യാപാര കരാർ ഒപ്പിടാൻ പോകുന്നുവെന്ന് പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനയുമായി കരാർ ഒപ്പിട്ടുവെന്നും ഇന്ത്യയുമായി വമ്പൻ കരാർ ഒപ്പിടാൻ പോകുന്നുവെന്നുമാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിന്റെ സ്വപ്ന പദ്ധതിയായ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ പറ്റി സംസാരിക്കവെയാണ് ട്രംപിന്റെ പരാമർശം. US-മായി വ്യാപാര കരാറിൽ ഏർപ്പെടാത്ത രാജ്യങ്ങൾക്ക് കനത്ത നികുതി ചുമത്തുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. VS പരിപൂർണമായി സുഖം പ്രാപിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. കേരളം മുഴുവൻ ആശങ്കയോടെയാണ് VSന്റെ ആരോഗ്യസ്ഥിതിയെ കാണുന്നത്. 72 മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരും. നിലവിൽ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങളില്ല എന്നും KC വേണുഗോപാൽ പറഞ്ഞു. ുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 72 മണിക്കൂറിൻ്റെ നിരീക്ഷണത്തിലായി കാത്തിരിക്കുകയാണ്. കാര്യമായിട്ടുള്ള ഒരു മാറ്റങ്ങളില്ലാതെ പോകുവാനാകാം. സൗദി ക്ലബ് അൽ നസർ ടീമുമായി കരാർ 2027 വരെ നീട്ടി ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ. അൽ നസർ ക്ലബ് തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിട്ടത്. പുതിയ കരാറിൽ റൊണാൾഡോ ഒപ്പുവയ്ക്കുന്ന ചിത്രങ്ങളും ക്ലബ്ബ് പങ്കുവച്ചു. ക്രിസ്ത്യാനോ അൽ നസറിൽ തന്നെ തുടരാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പ്രതിവർഷം $20 കോടി ക്രിസ്ത്യാനോയുമായി മുമ്പ് സൗദി ക്ലബ്ബ് കരാറിൽ ഒപ്പിട്ടത്. ഇത്തവണത്തെ കരാർ തുക വെളിപ്പെടുത്തിയിട്ടില്ല. ക്ലബ് ലോക ഫുട്ബോളിൽ സൗദി ക്ലബ് അൽ ഹിലാലും റയൽ മാഡ്രിഡും പ്രീ ക്വാർട്ടറിൽ കടന്നു. പ്രീ ക്വാർട്ടറിൽ അൽ ഹിലാൽ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടും. കഴിഞ്ഞ ഗ്രൂപ്പ് പോരാട്ടത്തിൽ യുവന്റസിനെ മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്തിരുന്നു. 2-നെതിരെ 5 ഗോളുകൾക്കാണ് മാഞ്ചസ്റ്റർ സിറ്റി ജയിച്ചത്. ഉച്ചവാർത്ത പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.